ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് മേ ബി എന്നിട്ടത്. കോമഡി ഒരു ടൈം വരെ ബെസ്റ്റ് അല്ലേ? അടിപൊളിയാണ്. തകർത്താടിയിരിക്കാനുള്ള പ്രഷർ ഉടനീളം ചിരിക്കുമായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. ഇനി ഇത് ഈ ഷോ നമുക്കറിയില്ല, അടുത്ത ഈ എല്ലാ ആൾക്കാരും കാണുന്ന ഷോയൊക്കെ കാണുമ്പോൾ അറിയാം. എന്തായാലും നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്, ഈ സിനിമ കണ്ടവരെല്ലാവരും ഹാപ്പിയാണെന്നാണ്. ഇതാണ് ഇതിൻ്റെ റൈറ്റർ കൃഷ്ണകുമാർ ഏട്ടൻ. ദൈവം ഹാപ്പിയാണെന്ന് തോന്നുന്നു. പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. എല്ലാവരുടെയും ഹാപ്പിയാണ്. തിയേറ്ററിൽ എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല കൈയടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും. ആ മേ ബി ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് മേ ബി എന്നിട്ടത്. ഭയങ്കര സന്തോഷം അല്ലേ? ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകോർത്തിരുന്ന് കാണുകയായിരുന്നു. നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ എന്ത് പറയാൻ, എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് പറയുക. എല്ലാവരും ഒരുപാട് ചിരിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ റെസ്പോൺസ് അറിയുന്നത്. ഒരു ടോട്ടലി ജിത്തു ജോസഫ് മൂവിയാണ്. എൻ്റെ കൂടെ തമാശകളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയി അറിഞ്ഞതിൽ സന്തോഷം. അതെ 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 അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും സെക്കൻഡ് പാർട്ട് വരണോ വേണ്ടയോ എന്നുള്ളത്. ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്കൊരു സ്പേസിൽ ലോക്കാക്കി കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സാറിൻ്റെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ്. അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിൻ്റെ അടുത്താണ്. എനിക്കും അതെ, ഞാനും എല്ലാ ജോണറും കാണുന്നതാണ്. എനിക്ക് ഹ്യൂമർ സിനിമ കാണാൻ ഇഷ്ടമാണ്, റോം കോം കാണാൻ ഇഷ്ടമാണ്, ത്രില്ലർ കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ നല്ലതെന്ന് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളെല്ലാവരും പോയി കാണുക, കണ്ട ആരും ഇഷ്ടപ്പെടുന്നതാണ്. സന്തോഷം. ഇപ്പം അടുത്ത് കുറേ പടങ്ങളുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ തമാശയുള്ളൊരു പടമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഒരു ജിത്തു ജോസഫ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ 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 അതെ. ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവെ അവർക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ കോമഡീസ് ഒന്നും അങ്ങനെ അധികം വർക്കാവുന്നതല്ല. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു, ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം. എങ്ങനെ കാണുന്നതല്ലേ? നല്ല കോമഡി പടങ്ങൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഹ്യൂമർ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ചുകൂടെ എഫേർട്ട് കൂടുതലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ലൈൻ ഭയങ്കര ഈസി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം കൃഷ്ണകുമാരേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്സ് മാത്രം കൊടുത്താൽ മതി. ബാക്കി അത്രയും എന്താ പറയുക, ക്രാഫ്റ്റഡ് ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെയായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈ മാത്രം ഇട്ടാൽ മതി. ബാക്കിയെല്ലാം ആ സ്ക്രിപ്റ്റിലുണ്ട്. അത്രയും ഗംഭീരമായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്.